മിനിമൽ ലുക്ക് വരുന്ന 2 ഡിസൈൻസാണ് ഞാനത് കൊണ്ടുവന്നിരിക്കുന്നത്. രണ്ട് എസ്തറ്റിക്സ് ആണ് കേട്ടോ. രണ്ടിൻ്റെയും ലുക്കും അതിൻ്റെ ഒരു ഫീലും ഒക്കെ ഡിഫറെൻ്റ് ആണ്, ഫാബ്രിക്കും ഡിഫറെൻ്റ് ആണ്. പക്ഷേ അത് രണ്ടും ഒരു ലൈറ്റായിട്ടൊരു മിനിമൽ ഫീല് വരുന്ന, അതിൻ്റെ ഒരു നെക്ക് ലൈനിൽ വന്നിരിക്കുന്ന എംബ്രോയിഡറി ഒക്കെ വളരെ സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന 2 ഡീറ്റെയിലിംഗ് ആണ്. അപ്പോൾ അതിനകത്ത് കളർ കോമ്പിനേഷൻസ് വരുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ രണ്ടും സിമിലർ ആയിട്ടുള്ളൊരു പ്രൈസ് റേഞ്ച് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വണ്ണിൻ്റെ അകത്ത് നമുക്കൊരു പകൽപുരി ലിനൻ ഫിനിഷിൽ വന്നിരിക്കുന്ന മെറ്റീരിയലാണ്. ടോപ്പും ദുപ്പട്ടയും ഏകദേശം സെയിം ആണ്. പക്ഷേ ഇതിനകത്ത് ടോപ്പിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഗ്ലോസിയർ ഫിനിഷിംഗ് ആണ്. ദുപ്പട്ട കുറച്ചും കൂടി ലൈറ്റ്ലി വോൺ ആയിട്ടുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആ ഒരു ഗ്ലോസ് ഫിനിഷ് വരുന്നില്ല. രണ്ടും പകൽപുരി ലിനൻ്റെ തന്നെ ഒരു വേരിയേഷനാണ് കേട്ടോ. ആൻഡ് ഇതിനകത്ത് നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാറ്റേണിൽ വന്നിട്ടുള്ള നെക്ക് ലൈൻ ഡീറ്റെയിലിംഗാണ് കൊടുത്തേക്കുന്നത്. സോ ദിസ് ഇസ് ഗോട്ട് എ ലേസ് ഡീറ്റെയിലിംഗ് ഇൻസേർട്ട് അറ്റ് ദി യോക്ക്. പക്ഷേ അതിൻ്റെ ഷേപ്പ് ഭയങ്കര ഭംഗിയാണ്. ഒരു ലോങ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ബക്കറ്റ് ഷേപ്പിൽ വരുന്ന ഒരു ഡീറ്റെയിലിംഗ് ആണ്. അതിനകത്ത് ഫുള്ളി ബീഡഡ് ആയിട്ട് വന്നിരിക്കുന്ന വിത്ത് ത്രെഡിൻ്റെയും കൂടെ ഡീറ്റെയിലിംഗ് അതിനകത്ത് ചെറുതായിട്ട് വരുന്നുണ്ട്. ഒരു ഡാൻഡലൈൻ ഫ്ലോറൽസ് പോലെയൊക്കെ നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ഷെയ്ഡ് ഒരു പൗഡർ ബ്ലൂ ടോണിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് സെയിം ലുക്ക് തന്നെ കൊടുത്തിട്ടുള്ള ഫ്ലോറൽസിൻ്റെ ഒരു സ്കാറ്ററാണ് ദുപ്പട്ടയിൽ വന്നിരിക്കുന്നത്. പിങ്ക് ആൻഡ് പീച്ച് കോമ്പിനേഷൻസിൽ വരെയാണ്. സറ്റൂൺ ബോട്ടമാണ് പെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കളർ കോമ്പിനേഷൻസ് വരുന്നത് വി ഹാവ് പൗഡർ ബ്ലൂ, ദെൻ ഒരു ലൈലാക്ക്, ഒരു ഓണിയൻ ടിൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ആൻഡ് പിസ്ത ഗ്രീൻ്റെ ഒരു ലൈറ്റർ ഷെയ്ഡ്. ആൻഡ് ഇതിനൊക്കെ ഒരു മെറ്റാലിക് ഷീൻ പോലെ വരുന്നത് കാരണം കളറിന് കുറച്ച് ഗ്ലോസിയർ ഫീൽ വരുന്നുണ്ട് കേട്ടോ. ആൻഡ് ദെൻ ദിസ് വി ഹാവ് പീച്ച്. അപ്പം നമുക്ക് ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് ലൈറ്റായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം. ഇതാണ് സറ്റൂൺ, സെയിം ഷെയ്ഡ് സറ്റൂൺ ബോട്ടമാൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ദിസ് ഇസ് ദി ടോപ്പ് ആൻഡ് ദിസ് ഇസ് ദി ദുപ്പട്ട. സിൽവർ സറി ബോർഡർ വരുന്നുണ്ട് ദുപ്പട്ടയ്ക്കും. ആൻഡ് ടോപ്പിൽ വരുന്നുണ്ടോ നമുക്ക് നോക്കാം കേട്ടോ. ടോപ്പിൽ നമുക്ക് ഇല്ല, സറി ഡീറ്റെയിലിംഗ് അങ്ങോട്ട് അങ്ങനെ വരുന്നില്ല. ദിസ് ഇസ് ദി അനിയൻ പിങ്ക് ഷെയ്ഡ്. ലൈലാക്ക് ടിൻറ്റും ഇല്ല, ഇതൊരു അനിയൻ ടിൻറ്റിൻ്റെ തന്നെ ടോണാട്ടോ. ആൻഡ് ദെൻ വി ഹാവ് എ ഗ്രീൻ ഷെയ്ഡ്. സറ്റൂൺ ബോട്ടം, ടോപ്പ് ആൻഡ് ദെൻ ദുപ്പട്ട. അപ്പോൾ ഇതിൻ്റെ BLD കോഡ് വരുന്നത് BLD 3312549 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. ആൻഡ് ദിസ് ഇസ് ദി ദുപ്പട്ട. സോഫ്റ്റ് മെറ്റീരിയലാണ്, ഹാൻഡിൽ ചെയ്യാൻ വളരെ സുഖമുള്ള ഒരു മെറ്റീരിയലുമാണ് കേട്ടോ. ആണ് എൻ്റെ ദുപ്പട്ട. ആൻഡ് ദെൻ വി ഹാവ് എ പീച്ച് ഷെയ്ഡ്. നെക്സ്റ്റ് ലുക്ക് വരുന്നത് ഒരു ടിഷ്യൂ ഫിനിഷിംഗ് ആണ്. അതൊരു സിൽവർ ടിഷ്യൂ ആണ് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ദുപ്പട്ടയും ടോപ്പും സിൽവർ ടിഷ്യൂവിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ലിനൻ്റെ ഒരു വീവിങ് സ്റ്റൈലും കൂടി വന്നിട്ടുണ്ട്. ആൻഡ് സിമ്പിളായിട്ടുള്ള ഒരു നെക്ക് ലൈൻ ഡീറ്റെയിൽ, പക്ഷേ വളരെ പ്രിട്ടിയാണ്. ഷുഗർ ബീഡ്സ്, അതും ഗ്ലോസി ആയിട്ട് വന്നിരിക്കുന്ന ഷുഗർ ബീഡ്സ്, കളേർഡ് ആയിട്ടുള്ള ഷുഗർ ബീഡ്സും ത്രെഡും അതിൻ്റെ കൂടെ തന്നെ ഒരു കട്ട് ട്യൂബ്സിൻ്റെ ഡീറ്റെയിൽ ആ ലീഫിൻ്റെ ഫില്ലിങ്ങിനായിട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് എ വെരി പ്രിറ്റി ഡീറ്റെയിൽ. അതിൻ്റെ ഒരു കളർ പാലറ്റ് ആക്ച്വലി ഒരു ദുപ്പട്ടയുടെ ടോൺസും കൂടെ ആക്ച്വലി എടുത്തിട്ടുണ്ട് അതിനകത്ത്. ദുപ്പട്ടയ്ക്കകത്ത് അതിൻ്റെ തന്നെ ആ ഒരു ഫ്ലോറൽ പ്രിൻ്റ് ഡീറ്റെയിലിംഗ് ആണ് വന്നിരിക്കുന്നത്. സബ്ലിമേഷൻ പ്രിൻറ്റിലാണ് വരുന്നത്. സറ്റൂൺ ബോട്ടം അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ആൻഡ് അതിനകത്ത് ഫസ്റ്റ് ഷെയ്ഡ് ഇസ് എ ഗ്രീൻ ടോൺ. ആൻഡ് ദെൻ വി ഹാവ് ദിസ് ബ്ലൂ ഷെയ്ഡ്. അതാണ് അതിൻ്റെ ലുക്ക്. ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബ്ലൂ. അതിനകത്ത് നല്ല ഭംഗിയുള്ള വയലറ്റ് ഫ്ലോറൽസും ബ്ലൂവും കൂടെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ. നല്ല രസമല്ലേ ഇതിൻ്റെ കളർ കോമ്പിനേഷൻസ് ഒക്കെ വെരി പ്രിറ്റി. ആൻഡ് ദെൻ വി ഹാവ് ലൈലാക്കാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് 3 കളർ കോമ്പിനേഷൻസ്. അതിൻ്റെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 2239 ആണ്. KST 145 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അപ്പോൾ 2 ഡിഫറെൻറ്റ് കളക്ഷൻ സിമ്പിൾ എസ്തെറ്റിക്സ് ആയതുകൊണ്ട് ഞാനിങ്ങനെ പെയർ ചെയ്ത് കാണിച്ചാണ് കേട്ടോ. അപ്പോൾ ചെക്ക് ഇറ്റ് ഔട്ട്. നമ്മളുടെ ട്രഡീഷണൽ സിൽക്ക് സാരീസിൻ്റെ ലുക്ക് അത് നമ്മൾ പ്യോറിലോട്ട് പോകുമ്പോഴത്തേക്ക് എന്തായാലും നമ്മളൊരു പ്രൈസ് റേഞ്ചൊക്കെ അതിനകത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യണം. ആൻഡ് നമ്മളെപ്പോഴും ഒരു റെഗുലർ സാരി വെയറേഴ്സ് അല്ല എന്നുണ്ടെങ്കിൽ കോട്ടൺ സിൽക്ക് സാരീസ് എത്ര പേര് നമ്മൾ അതിനെപ്പറ്റി സീരിയസ് ആയിട്ട് നമ്മൾ അങ്ങനെ ആ ഒരു കാറ്റഗറി നമ്മൾ അധികമാണ് എന്താ പറയുക, എനിക്കൊന്ന് വെഡ്ഡിങ് ലുക്സിനകത്ത് വരുമ്പോഴത്തേക്ക് അത്രയ്ക്കും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ഒരു കാറ്റഗറിയാണ്. കാരണം നമ്മളത് കോട്ടൺ സിൽക്ക് അധികം പെട്ടെന്ന് ചിന്തിക്കത്തില്ല. പക്ഷേ
ഭയങ്കര ബ്യൂട്ടിഫുൾ സാരീസ് ആയിട്ട് നമുക്ക് ആ ഒരു കളർ കോമ്പിനേഷൻസ് ഒക്കെ നമുക്ക് സിൽക്സിൽ വരുന്ന അതേ ഭംഗിയുള്ള കളർ കോമ്പിനേഷൻസ് ഒക്കെ നമുക്ക് കോട്ടൺ സിൽക്സിലും കിട്ടാറുണ്ട്. സോ വി ഹാവ് സം ബ്യൂട്ടിഫുൾ കളേഴ്സ് ആൻഡ് ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ, ബോഡി ഫുൾ നല്ലൊരു റിച്ച് ആയിട്ടുള്ള വീവിങ് സ്റ്റൈലിലും കൂടി വന്നിട്ടുള്ള സാരീസാണ്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 4169 ആണ്. അപ്പം നല്ല രണ്ട് ചെറിയൊരു വേരിയേഷനാണ് വരുന്നുള്ളൂ കേട്ടോ. ഒരു മോട്ടിഫിനകത്ത് മാത്രം വേരിയേഷൻ വരുന്നുണ്ട്. ആൻഡ് ഭംഗിയുള്ള കുറച്ച് കളേഴ്സുമാണ്. നമുക്ക് ഓരോ സാരീസായിട്ട് നോക്കാം. നമ്മളെ സോഫ്റ്റ് സിൽക്ക് സാരീസിനകത്തൊക്കെ കാണുന്ന പോലത്തെ റിച്ച് ആയിട്ടുള്ള ഒരു വീവിങ് സ്റ്റൈലിൽ വന്നിട്ടുള്ള പല്ലുവാണ്. അപ്പോൾ നമുക്ക് 1 പ്ലീറ്റ് ഒക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് ചുറ്റിയൊക്കെ പിടിക്കുമ്പോഴും അതേ ഭംഗിക്ക് തന്നെ നമുക്കത് വെയർ ചെയ്യാനും പറ്റും. നമ്മൾ അത്രയും ഒരു സ്പെൻഡ് ചെയ്യാതെയാണ് കേട്ടോ. നമുക്കത് നല്ല ഭംഗിയായിട്ട് നമുക്ക് നല്ലൊരു ഡിസൈനർ ബ്ലൗസസിൻ്റെ കൂടെ അല്ല സിമ്പിൾ ആയിട്ടുള്ള ബ്ലൗസസിൻ്റെയോ വിത്ത് ബ്ലൗസിൽ നമുക്കിതാ വരുന്നത് ആ ഒരു കോൺട്രാസ്റ്റ് ടോൺ. നമുക്ക് ആ ഒരു ബോർഡറിൽ വന്നിരിക്കുന്ന ഡബിൾ ഷെയ്ഡാണ് ബ്ലൗസിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് സോളിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ വർക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഒരു മോട്ടീഫ് ലുക്കിൽ നമുക്കൊരു സെൻറ്റർ മോട്ടീഫ് പോലെ വേണമെങ്കിൽ കൊടുക്കാം. ഇല്ല നമുക്ക് ഓൾ ഓവറായിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും ഒക്കെ ഇപ്പോൾ ഇതിനകത്ത് കാണുന്ന പോലത്തെ ഉള്ള ഒരു സിമ്പിൾ വർക്ക്, ഭയങ്കര എക്സ്പെൻസീവ് ഒന്നും അല്ല നമുക്ക് അങ്ങനെ ഒരു ചെറിയ വർക്കൊക്കെ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരുപാട് കോമ്പിനേഷൻസിൻ്റെ കൂടെ ഈ സാരി ബ്ലൗസസൊക്കെ റീയൂസ് ചെയ്യാനും പറ്റുകയും ചെയ്യും. അപ്പോൾ നമുക്കിനി ഓരോന്നായിട്ട് കളർ കോമ്പിനേഷൻസ് കാണാം. ഫസ്റ്റ് വൺ നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡ്, അതിൻ്റെ കൂടെ ഡബിൾ ടോണിൽ ഓറഞ്ചും പിങ്കുമായിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഡബിൾ ഷെയ്ഡ് വരുമ്പോഴും നമുക്ക് കുറച്ചും കൂടി ഒരു ഗ്രാൻഡ് ഫീലാണ് നാച്ചുറലി അവിടെ വരുന്നത്. ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡിൽ ഫുള്ളായിട്ട് വീവിങ് പാറ്റേൺ വന്നിരിക്കുകയാണ്. വെർട്ടിക്കൽ പാറ്റേൺ ആണ് അതിനകത്ത് ചെയ്തേക്കുന്നത്. ഭയങ്കര സട്ടിലാണ് കേട്ടോ. ആൻഡ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു മോട്ടീഫിൻ്റെ പോർഷനിൽ മാത്രമേ കുറച്ച് ലൂസ് ചെയ്യാൻസ് വരുന്നുള്ളൂ. അത് ഭയങ്കര ഒരു പ്രോബ്ലം അല്ല. ഇപ്പം നമുക്കൊരു നെറ്റിൻ്റെ ഒരു ബാക്കിംഗ് പോലെ അവിടെ ഒരു കൊടുക്കണമെങ്കിലൊക്കെ കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇൻ കേസ് 1 പ്ലീറ്റ് ഇടുവാണെങ്കിലേ അങ്ങനെ ഒരു പ്രശ്നം വരത്തുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് വേറെ കൊണ്ടുവലിയുന്ന പ്ലേസസ് ഒന്നും അവിടെ വരത്തില്ല. റൈറ്റ് സൈഡിൽ എന്തായാലും ലൂസ് ചെയ്യാൻസ് ആയിട്ട് അങ്ങനെ വരുന്നില്ല. സോ ദിസ് ഇസ് ദി ഫസ്റ്റ് ഷെയ്ഡ്. ആൻഡ് പിന്നെ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് നേവി ഷെയ്ഡാണ്. നേവിയുടെ കൂടെ ഒരു ഒലിവ് ടോണിൽ വന്നിട്ടുള്ള ഡബിൾ ടോൺ ആണ് എൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ്. സെയിം പല്ലു വീവിങ് സ്റ്റൈലൊക്കെയാണ് കേട്ടോ. മോട്ടീവ്സൊക്കെ സെയിം ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതിനകത്ത് കുറച്ചും കൂടി കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു, കുറച്ചും കൂടി എടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഒരു അബ്സ്ട്രാക്ട് ലീഫ് പാറ്റേണിലാണ് ഫുള്ള് വീവ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് അകത്തെ പോർഷനിൽ കുറച്ച് സോളിഡായിട്ട് വരുന്നത് ബ്ലൗസ് അല്ല, നമുക്ക് അകത്ത് പോകുന്ന ഉടുത്തകത്ത് പോകുന്ന പോർഷൻ മാത്രം കുറച്ച് സോളിഡായിട്ട് വരുന്നുണ്ട്. ബ്ലൗസ് വന്നിരിക്കുന്നത് നമുക്ക് ഈ ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ബ്ലൗസിൻ്റെ ലുക്ക് വരുന്നത്. ഭയങ്കര ട്രാൻസ്പെറൻസി ഇല്ല, പക്ഷെ കോട്ടൺ സിൽക്കാണ്. നമുക്കൊരു ലൈറ്റ് വീവിങ് സ്റ്റൈലിൽ വന്നിരിക്കുന്നതാണ്. ട്രാൻസ്പെറൻസി ആയിട്ട് അവിടെ വരത്തില്ല കേട്ടോ. ആൻഡ് ഇവിടെ നമുക്ക് ആ ഒരു ടിഷ്യൂ പോലെ കുറച്ചൊന്ന് റിഫ്ലക്റ്റ് ചെയ്യും ലൈറ്റ്. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ഒരു ട്രാൻസ്പെറൻസി ഇഷ്യൂ അവിടെ വരത്തില്ല. ആണ് അതിൻ്റെ ബ്ലൂ ആൻഡ് ഒലിവ് ടോൺ വന്നിട്ടുള്ള ഒരു ഷെയ്ഡ്. അതിനകത്ത് ബ്ലാക്കും കൂടി നേവി തന്നെയാണ്, ബ്ലാക്കിഷ് ടോൺ അവിടെ അതുകൊണ്ട് വരുന്നുണ്ട്. ഡബിൾ ടോൺ തന്നെയാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ബോട്ടിൽ ഗ്രീൻ ആൻഡ് ഒരു ബ്രൗൺ, ഒരു മസ്റ്റേർഡ് ചേർന്നിട്ടുള്ള ഒരു ബ്രൗൺ ഷെയ്ഡ്. ആൻഡ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ചും കൂടി ഒരു യെല്ലോ ഗോൾഡ് പോലെയാണ് കേട്ടോ ഇതിനകത്ത് ഈ ഒരു സ്റ്റൈലിനകത്തത്. സർക്കുലർ മോട്ടീഫാണ് ഇതിനകത്ത് ഫുള്ളായിട്ട് വീവിങ്ങിൽ വന്നിരിക്കുന്നത്. ദിസ് ഇസ് ദി പല്ലു ആൻഡ് ബ്ലൗസ് ബോർഡറിൻ്റെ അതേ ഷെയ്ഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. KTF 157ഉം 158ഉം 2 കോഡ്സിലാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ ലൈറ്റ് വെയ്റ്റ് സാരിയാണ് കേട്ടോ. നമുക്ക് ഉടുക്കാൻ വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള സാരിയാണ്. പിന്നെ നമുക്ക് ആ ഒരു സിന്തറ്റിക്സ് പോലെയുള്ള ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഇതിൻ്റെ അകത്ത് വരത്തുമില്ല. നെക്സ്റ്റ് വരുന്നതിനകത്ത് ചെറിയൊരു വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചും കൂടി ഒരു ജോമെട്രിക് ഡയമണ്ട് പാറ്റേണിലാണ് വീവ് ചെയ്തേക്കുന്നത്. അതിൻ്റെ കളർ കോമ്പിനേഷനും ഭയങ്കര ഭംഗിയുണ്ട്. ആ ഒരു ലാവൻഡറിൻ്റെ കൂടെ ഡബിൾ ഷെയ്ഡായിട്ടാണ് വീവ് ചെയ്തേക്കുന്നത്. ആൻഡ് പല്ലും ഫുള്ളായിട്ട് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുള്ള പല്ലു. ആ ടെമ്പിൾ ഡീറ്റെയിലിങ് വരുന്നുണ്ട്. ഒരു പേസ്ലിയുടെ പോലെ ഒരു പെറ്റലിൻ്റെ പോലെയൊക്കെയുള്ള ഒരു ഷേപ്പും കൂടി ആ ഒരു വീവിങ് സ്റ്റൈലിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളതാണ്. ആൻഡ് ഇതിനകത്തും ഒരു ജോമെട്രിക് പാറ്റേൺ 2 എൻഡിലായിട്ട് പല്ലുവിൽ വരുന്നുണ്ട്. ഗ്രീനും ലാവൻഡറും കൂടി ഡബിൾ ഷെയ്ഡിലാണ് ഇതിൻ്റെ ബ്ലൗസും ബോർഡറും വന്നിരിക്കുന്നത്. പല്ലു നല്ല ഷെയ്ഡാട്ടോ. ഇത് റെയർ ഷെയ്ഡാണ്, നമുക്ക് അങ്ങനെ എപ്പോഴും കാണുന്നൊരു ഷെയ്ഡല്ല. കോമ്പിനേഷനും എപ്പോഴും കാണുന്നൊരു കോമ്പിനേഷനല്ല. ഒരു ലീഫിൻ്റെ ഒരു ഡാർക്ക് ടോണിൽ വന്നിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ്. ദെൻ ഇതും നല്ല ഷെയ്ഡ്.
നമ്മൾ ആ ഒരു എപ്പോഴും നമ്മൾ കാണുന്ന കളേഴ്സ് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഉടുക്കുന്ന ആ ഒരു ബ്രൈറ്റ് ടോൺസിൽ നിന്ന് ചെറിയൊരു വേരിയേഷനാണിത്. പക്ഷെ ബ്ലൗസ് ഇടുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ ഒരു സെയിം നമ്മുടെ അതിൻ്റെ ബ്ലൗസായിട്ട് തന്നെ വെയർ ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു ബ്രൈറ്റ്നസ് അവിടെ കിട്ടുകയും ചെയ്യും. ആൻഡ് വിത്ത് ഒരു ഗ്രേ ഷെയ്ഡാണ്, ലൈറ്റായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ബ്ലൂ ടോണും കൂടെ ചെറുതായിട്ട് വന്നിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇതാണ് അതിൻ്റെ ലുക്ക്. പക്ഷേ ഗ്രേ ആണ് കേട്ടോ കൂടുതലായിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഗ്രേ ഷെയ്ഡ് തന്നെയാണ്. ആൻഡ് സെയിം പല്ലുവാണ്. ഈ സെക്കൻഡ് ഡിസൈനിൽ വന്നിരിക്കുന്ന പല്ലുവൊക്കെ സെയിം ഡിസൈനിൽ തന്നെയാണ് വരുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ, ഇതും ഭയങ്കര രസമുള്ളൊരു കോമ്പിനേഷൻ. ഒരു ബർഗൻഡിയുടെ കൂടെ ബോട്ടിൽ ഗ്രീനാണ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഇതൊരു ക്ലാസിക് ട്രഡീഷണൽ കോമ്പിനേഷനാണ്. ദിസ് ഇസ് ദി ലാസ്റ്റ് ലുക്ക്. പ്ലീറ്റൊക്കെ നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ. നമുക്ക് നമ്മൾ ഇങ്ങനെ അയൺ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നും ഇതിൻ്റെ അകത്ത് വരത്തില്ല. നല്ല നേർത്ത പ്ലീറ്റ്സ് നല്ല ഭംഗിയായിട്ട് അവിടെ വരികയും ചെയ്യും. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ആ ഒരു മടക്കിൻ്റെ പോർഷൻ മാത്രം നമ്മളൊന്ന് അയൺ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. നമ്മളെപ്പോഴും സാരി എടുക്കുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മൾ ആദ്യമേ ആ ഒരു മുന്നേ ഉള്ള മടക്കുകളൊക്കെ ഒന്ന് അയൺ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള പ്ലീറ്റ്സ് നന്നായിട്ട് എടുക്കാൻ പറ്റും. നല്ല പ്ലീറ്റ്സ് കേട്ടോ, ഒതുങ്ങി കിടക്കുന്ന പ്ലീറ്റ്സാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. സോ 4000 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. 4196 ആണ് റേഞ്ച് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ഭംഗിയുള്ള കുറച്ച് കോമ്പിനേഷൻ കോട്ടൺ സിൽക്ക് സാരീസ്. ടെസർ സിൽക്ക് സാരി നമുക്ക് ഏത് ഒക്കേഷൻ എടുക്കാനായിട്ടാണെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാവുന്ന ഒരു ടൈപ്പ് ഓഫ് സാരിയാണ് ടസർ സിൽക്ക്. ഞാൻ വെയർ ചെയ്തേക്കുന്നത് മഡ്ഗാർഡ് ടസർ സാരി. അതിൽ ഫുള്ളായിട്ട് സ്ക്രീൻ പ്രിന്റ് ചെയ്തേക്കാണ്. സ്ക്രീൻ പ്രിന്റ് ബ്ലോക്ക് പ്രിന്റ് ചെയ്തേക്കാണ് കേട്ടോ. ബ്ലോക്ക് പ്രിന്റഡ് ഇഫക്റ്റ് ആണ്. ഫുൾ സാരിയിൽ മൾട്ടിപ്പിൾ ടൈപ്സിലുള്ള ബ്ലോക്സ് കൊണ്ടുള്ള ബ്ലോക്ക് പ്രിന്റ് ഡീറ്റെയിലിംഗ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ കളർ വന്നിരിക്കുന്നത് ഒരു ഡാർക്കർ ഗ്രീൻ ആണ്, ഒരു പീ ഗ്രീൻ കളറിലാണ്, ഒരു ചാണകപ്പച്ച എന്നൊക്കെ നമ്മൾ പറയുന്നത് ആ ഒരു കളറിലാണ് ഇതിന്റെ ആ ഒരു ഡിസൈൻ, പ്രിന്റ് ഡിസൈൻ വന്നേക്കുന്നത്. ഡാർക്ക് ഒരു കഷിഷ് കളറിലാണ് ബോഡി വന്നേക്കുന്നത്. അതില് ഗ്രീൻ കളറിലുള്ള ബ്ലോക്ക് പ്രിന്റ് ഡീറ്റെയിലിംഗ് ആണ് വന്നേക്കുന്നത്. ഫുൾ സാരിയിൽ ഇതുപോലെയാണ് കേട്ടോ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്ലോക്ക്, അതായത് ഈ പ്ലീറ്റ്സിന്റെ പോർഷനിൽ സിക്സാഗ് ആയിട്ട് വരുന്ന ഒരു ബ്ലോക്ക് പ്രിന്റ് ഡീറ്റെയിലിംഗ്. ആൻഡ് ഇതിന്റെ ഈ ഇപ്പുറത്തുള്ള ആ ഫ്ലോറൽ ജാൽ പാറ്റേൺ വന്നേക്കുന്നത് ഒരു ഡാർക്ക് ബ്രൗൺ ടോണിലാണ്, ബ്ലാക്കിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ബ്രൗൺ ടോണിലാണ് ജാൽ പാറ്റേൺ വന്നിരിക്കുന്നത്. ഗ്രഡേഷനിലാണ് ഈ പ്രിന്റ് ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ ഈ ഒരു സിക്സാഗ് കെയറിങ് ഇറങ്ങി വരുന്നതാണ്. അതിന്റെ എല്ലാം ഫിനിഷ് ചെയ്തേക്കുന്ന ലൈൻസ് ഉള്ള ബ്ലോക്ക് പ്രിന്റ് വെച്ചിട്ട്. ഇത് കൂടാതെ ഇതിന് നല്ല ഭംഗിയുള്ളൊരു ടിഷ്യൂ ബോർഡർ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. പല്ലു കണ്ടോ, പല്ലു ഇതിലുള്ള ആ 2-3 കളേഴ്സ് ഉണ്ടല്ലോ, ഗ്രീനിന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സ്, അതുപോലെ തന്നെ ആ ഒരു ബ്രൗൺ ഷെയ്ഡ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വന്നിരിക്കുന്ന പല്ലുവിന്റെ ഡീറ്റെയിലിംഗ് ആണ്. ബ്ലൗസ് പെയർ ചെയ്തേക്കുന്ന പ്ലെയിൻ ബ്ലൗസ് ആണ് കേട്ടോ. പ്ലെയിൻ ബ്ലൗസ് വിത്ത് ബോർഡർ ഡീറ്റെയിലിംഗ്. ആ പ്ലെയിൻ ബ്ലൗസ് പെയർ ചെയ്തേക്കുന്നത് ഇതിൽ ഈ കാണുന്ന ഒരു ഗ്രീൻ ഉണ്ടല്ലോ, ആ ഗ്രീനില് ബോർഡർ ഡീറ്റെയിലിംഗുമായിട്ടാണ് ബ്ലൗസ് പെയർ ചെയ്തേക്കുന്നത്. പ്ലെയിൻ ബ്ലൗസ് ഒക്കെ ഇട്ട് പെയർ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. മഡ്ഗാർഡ് ടസർ സാരി, നമുക്ക് ഈ ടസർ സിൽക്ക് സാരിയുടെ ഒരു പ്രത്യേകത, നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും ഈ ടസർ സിൽക്കിന്റെ ആ ഒരു ഗ്രാൻഡ്നെസ് അത് ഒരിക്കലും പോകത്തില്ല. നമ്മൾ കുറച്ചു കാലം കഴിഞ്ഞാണെങ്കിലും പ്യുവർ ആയിട്ടുള്ള ടസർ സിൽക്ക് സാരീസ് ഒക്കെ നമുക്ക് എത്ര വർഷം കഴിഞ്ഞ് വേണമെങ്കിലും ട്രെൻഡ് ഔട്ട് ആകാതെ യൂസ് ചെയ്യാം. അപ്പം ഈ സാരിയുടെ കോഡ് വരുന്നത് SUM 102 ആണ്. 10699, 10,699 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. ചെക്ക് ഇറ്റ് ഔട്ട് at www.aham.store.